എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് സെമി സിൽക്കില് വരുന്ന സാരികളും വിചിത്രയിൽ തന്നെ വരുന്ന കുറച്ച് സാരികൾ, അങ്ങനെ രണ്ട് ടൈപ്പ് സാരികൾ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നാളെ, അതായത് തിങ്കളാഴ്ച, സാധാരണ ഞാൻ വീഡിയോ ഇടാറില്ല, പക്ഷെ ഈ തിങ്കളാഴ്ച ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ അത് മിസ്സാക്കരുത്. അതൊരു സർപ്രൈസ് വീഡിയോ ആണ്. നിങ്ങൾ മിസ്സാക്കരുത്, എല്ലാവരും കാണണം. അപ്പൊ നമുക്ക് ഇന്നത്തെ സാരികൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇരുന്ന സാരി മഞ്ഞയും പച്ചയായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയാം. ഇത് ബോർഡർലെസ് സാരിയാണ്. സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഉടുക്കാനായിട്ട്. പിന്നൊക്കെ ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇതില് കണ്ടോ, ഇതില് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു മോട്ടീവ്സ് അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈനാണ്. ഇത് അങ്ങനെ എടുത്തു കാണിക്കുന്ന ഒരു ഡിസൈൻ അല്ല. ഒരു അതായത് സെയിം കളറില് സെയിം കളർ കൊണ്ട് തന്നെയുള്ള ഡിസൈനാണ്. അതുകൊണ്ട് അത് അങ്ങനെ എടുത്തു കാണിക്കുന്ന ഒരു ഡിസൈൻ അല്ല. ഓൾ ഓവർ ബോഡി ഇതുപോലെയാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പല്ല് വന്നിരിക്കുന്നത് മറിഞ്ഞു പോയി പിടിച്ചത് കേട്ടോ. പല്ലുമാണ് ഈ കാണുന്ന കരിമ്പച്ചയിൽ ഇതുപോലെ ഡിസൈൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ കളറ്. പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല. ഈ സാരിയിൽ ഒരു അറിയാത്ത ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇല്ലേ, അതുപോലെ തന്നെ ഈ ബ്ലൗസ് പീസിലും അങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അത് എടുത്ത് കാണിക്കുന്ന ഡിസൈനേ അല്ല. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കിയാലാണ് ആ ഡിസൈൻ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ബ്ലൗസ് പീസിന്റെ എൻഡില്, ബ്ലൗസ് സ്ലീവിന്റെ എൻഡില് ഇതുപോലെ ഒരു ബോർഡർ ആണ് വരുന്നത്. അപ്പോ ഈ സാരിയുടെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650. ഈ അടുത്ത സാരി ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് വിടർത്തി കഴിഞ്ഞ് ഇതിന്റെ മടക്കുകളൊക്കെ തെറ്റിപ്പോണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വീണ്ടും മടക്കാൻ. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് വിത്ത് ഗ്രീൻ. കോൺട്രാസ്റ്റ് പല്ലുവാണ് ഗ്രീൻ. അതുപോലെ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ കളറില് സ്ലീവിന്റെ എൻഡില് ബോർഡർ. പിന്നെ ഈ ബോഡി പർപ്പിൾ കളർ എന്ന് പറഞ്ഞില്ലേ, ബോഡിയിൽ ഇതുപോലെ ഓരോ മോട്ടീവ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിലും ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ട് ഇതില്, പക്ഷെ അതങ്ങനെ എടുത്തു കാണിക്കുന്ന ഡിസൈൻ അല്ല. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പർപ്പിൾ ടു ഡാർക്ക് ഗ്രീൻ ആണ്. ഷെയ്ഡ് വരുന്നത് ഒരു പൊന്മാൻ നീല എന്ന് പറയാം. പൊന്മാൻ നീല ടു പർപ്പിള്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പർപ്പിള് തന്നെ ബ്ലൗസ് പീസ്. സ്ലീവിന്റെ എൻഡില് ബോർഡർ ആണ്. ഇത് കണ്ടോ, ഇതില് ഇതുപോലത്തെ ഒരു ബുട്ടാസ് അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ തെളിയാത്ത ഒരു ചെറിയ ഒരു ഡിസൈൻ, അത് തെളിയുന്നേ ഇല്ല, എന്നാലും അതിലൊരു ഡിസൈൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്, പൊന്മാൻ നീല ടു പർപ്പിൾ കളർ. ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഇത് ഡാർക്ക് ബോട്ടിൽ ഇലപ്പച്ച എന്നൊക്കെ പറയാം. ഇലപ്പച്ചയിൽ ഇതുപോലെ ഉള്ള ഒരു മോട്ടീവ്സ് ആണ്. ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് പീസിന്റെ കളറ് നേവി ബ്ലൂ വിത്ത് സ്ലീവിന്റെ എൻഡില് ബോർഡർ ആണ്. പിന്നത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് റാണി പിങ്ക് ടു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. റാണി പിങ്കും പച്ചയും. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പച്ചയാണ്. ഇതില് ബോഡിയിൽ ഇതുപോലെയുള്ള ഒരു മോട്ടീവ്സും ഉണ്ട്, ചെറിയ ചെറിയ ഡിസൈനും ഉണ്ട്. പിന്നത്തത് കരിമ്പച്ച ടു മെറൂൺ ആണ്. കരിമ്പച്ചയിൽ ഇതുപോലെയുള്ള മോട്ടീവ്സ് ആണ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിലും ഈ ഡാർക്ക് കളർ ആവുമ്പോൾ അതിലത്തെ ഡിസൈൻ ഒട്ടും തന്നെ അങ്ങനെ എടുത്ത് കാണിക്കുന്നേ ഇല്ല. ഇതിന്റെ ബ്ലൗസ് പീസ് മെറൂൺ കളറില് പ്ലെയിൻ മെറൂൺ ഷെയ്ഡ് വിത്ത് സ്ലീവിന്റെ എൻഡില് ബോർഡർ. പിന്നത്തത് വരുന്നത് ഒരു സഫയർ ബ്ലൂ വിത്ത് പിങ്ക് ആണ്. ഇതില് ബ്ലൗസ് പീസ് വരുന്നത് ഈ പിങ്ക് ഷെയ്ഡ്. ബോഡിയിൽ ഇതുപോലെ ഫുള്ളായിട്ടും ഒരു ചെറിയ ചെറിയ ഡിസൈനും സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഇതുപോലത്തെ മോട്ടീവ്സും. അപ്പൊ ഇത്രയും ഷെയ്ഡുകളാണ് ഈ സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരികള്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 650, 650. സാരി എന്ന് പറയുന്നത് വിചിത്രയില് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. എന്നാ തീരെ ലോ ക്വാളിറ്റി വിചിത്രയല്ല, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വിചിത്രയില്. ഇത് മെഷീൻ പ്രിന്റ് ആണ്. ഡയഗണൽ ആയിട്ട് പോയിരിക്കുന്ന മെഷീൻ പ്രിന്റ് ആണ് ഈ ഗോൾഡൻ കളർ കാണുന്നത്. എന്നാ ഈ ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഇങ്ങനെ മഞ്ഞ കലർന്ന ഗോൾഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുന്ന ഗോൾഡ് കളർ, അങ്ങനത്തെ അല്ല. നല്ല സെറ്റിൽ ആയിട്ടുള്ള ഒരു കളറാണ് ഇത്. ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഈ സാരി.
ഇത് റണ്ണിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ പല്ലും ഇല്ല, ബ്ലൗസ് പീസും ഇല്ല. ഇതുപോലെയാണ് ഈ സാരിയുടെ വ്യൂ വരുന്നത്. ഇത് നല്ലൊരു റെഡിഷ് മെറൂൺ കളർ എന്ന് പറയാം. പക്ഷെ ഇതില് എന്താ റാണി പിങ്ക് ആണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. ഈ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നിക്കും. ഈ സാരി ഞാൻ കഴിഞ്ഞ ആഴ്ചയാണോ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഈ സാരി കാണിച്ചായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു കളറായിരുന്നു ഈ റാണി പിങ്ക്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഷെയ്ഡുകൾ ഞാൻ വീണ്ടും കുറച്ച് പീസുകൾ കൊണ്ടുവന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760 രൂപ, 760. സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണെന്ന്. കരിം പച്ച കളറാണത്. കരിം പച്ചയിൽ ഇതുപോലെ മെഷീൻ പ്രിന്റിൽ വന്നിരിക്കുന്ന ഗോൾഡൻ കളറ് ഡിസൈൻ ആണ്. ഇതിങ്ങനെ ഒരു ഡയഗണൽ പാറ്റേണിലാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഉടുക്കാനായിട്ട്. ഇത് റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിന് വേറെ പല്ലും ഒന്നുമില്ല, ബ്ലൗസ് പീസും ഇല്ല. ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇനി ഇതിപ്പോ ചില കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ട് ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ട് സാരിയായിട്ടല്ല ഉപയോഗിക്കുന്നത്. അവര് അനാർക്കലി തയ്ക്കുന്നു, അല്ലെങ്കിൽ ചുരിദാറ് എന്റെ ടോപ്പ്, അല്ലെങ്കിൽ പലാസയും ടോപ്പും അതൊക്കെ ഇതുകൊണ്ട് തന്നെ തയ്ക്കുകയാണ്. കാരണം ഇതിങ്ങനെ അങ്ങനെ തളതളാന്ന് കിടക്കുന്ന സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരി അല്ല, ഒഴുകി കിടക്കുന്ന സാരി ആയതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ തയ്ക്കാനായിട്ട് നല്ലതാണ്. ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 760, 760. വന്നിരിക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് ഇതുപോലെ ഡയഗണൽ പാറ്റേണിൽ പോയിരിക്കുന്ന ഗോൾഡൻ കളർ കൊണ്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇത് മെഷീൻ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി ഇതുപോലെയാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പല്ലുവില് റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്ന പല്ലുവാണ്, വേറെ പ്രത്യേകിച്ച് പല്ലുവില്ല. ഇത് വിത്തൗട്ട് ബ്ലൗസ് പീസ് ആണ്. ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. സാരി വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ, ഞാറയ്ക്ക കളർ എന്നൊക്കെ പറയാം, നല്ല ഡാർക്ക് ഷെയ്ഡില് ഇതുപോലെ തന്നെ മെഷീൻ പ്രിന്റ് വന്നിരിക്കുന്ന സാരിയാണ്. ഡയഗണലായിട്ട് പോയിരിക്കുന്ന ഒരു ഡിസൈനിലാണ്. ഇത് വിത്തൗട്ട് പല്ലു ആണ്. ഇത് റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്, വിത്തൗട്ട് ബ്ലൗസും ആണ്. അപ്പൊ ഇതെല്ലാം ഈ ഡാർക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയ്ക്കും ഭംഗി തോന്നിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 760. അപ്പോൾ ഇന്ന് ഈ കാണിച്ച സാരികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്